അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് മറ്റൊരു ആഘോഷം കൂടി ഉണ്ട്. നമുക്ക് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ഞാനായാലും ഹസ്ബൻഡ് ആയാലും ഒന്നും ബർത്ത്ഡേ ഒന്നും അങ്ങനെ കാര്യമാക്കി കാണ്ട് പിന്നെ ഓർത്തിരിക്കലൊന്നുമില്ല. മക്കളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മളുടെ ഒന്നും പാരം നമ്മളങ്ങനെ ഓർത്തിരിക്കലൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ അല്ല, അത് ഇപ്പോഴായിട്ടും ഇല്ല. അപ്പോൾ മക്കളൊക്കെ അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് കേക്കായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളായിട്ടും ഫുഡായിട്ടൊക്കെ പുറത്തുനിന്ന് വെച്ചിട്ട് അങ്ങനെ അവരാഘോഷിക്കുന്നല്ലാതെ ഇപ്പോഴാണ് അതൊക്കെ നോക്കൽ തുടങ്ങിയത്. അല്ലാത്ത പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഓർത്തിരിക്കലൊന്നുമില്ല. ഹസ്ബൻഡിൻ്റെ ആകുമ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെരണിയിൽ പോയിട്ട്, ചെരണിയിൽ നല്ല മന്തി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അടവാണ്. അവിടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കിച്ചണിൽ 2-3 ആളുകൾ കാണാനുണ്ട്. പ്ലേറ്റൊക്കെ ഓഫാക്കി കാണാനുണ്ട്. ഫുഡ് തീർന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ നെഹദി വന്നിട്ട് പിന്നെ അവിടുന്ന് കഴിച്ചു. മന്തിയും അൽഫാമും കഴിച്ചു കേട്ടോ. പിന്നെ ഈ പെണ്ണ് വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ട് പറയൽ പുറത്ത് പോവുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ തുടങ്ങിയിട്ട്. എങ്ങോട്ടെങ്കിലൊക്കെ പോകണം, അതേപോലെ തിരിച്ച് വീട്ടിലേക്കും പോകണം. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെയുള്ള ഒരു യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലിയ മോൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം മാർച്ചിലും കഴിക്കും ഞങ്ങൾ. അതുപോലെ വലിയ പെരുന്നാൾ 2-ാം പെരുന്നാളിൻ്റെ അന്നാണ്. മോളത് അതുപോലെ 3-ാം പെരുന്നാൾക്കാണ്. 2-ാമത്തെ പെരുന്നാളാകുമ്പോൾ ആ കൂട്ടത്തിലൂടെ അങ്ങോട്ട് പോകും അറബി മാസത്തിൽ. പിന്നെ ചെറിയ മോൻ്റെത് റജബ് 2-ാമത്തെ മോൻ്റെ റജബ് 12-നാണ്. പിന്നെ അതുപോലെ ഓഗസ്റ്റ് 11-നുമാണ്. ചെറിയ മോൻ്റെ റമദാൻ 28-ആണ്. ഒക്ടോബർ 10-നുമാണ്. അപ്പോൾ ഒക്കെ തമ്മിൽ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരൊക്കെ തന്നെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരൊക്കെ തമ്മിൽ തന്നെ ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ വലിയ കുട്ടികളായപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊക്കെ വിഷ് ചെയ്യുമ്പോഴാവും ചിലപ്പോൾ ഇവർക്ക് ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെയുണ്ട്. ഓരോരുത്തർ ഓർമ്മ വെച്ചിട്ട് അങ്ങനെ പിന്നെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ മക്കളുടെ ഒന്നും മറക്കൂല കേട്ടോ. പിന്നെ ഹസ്ബൻഡൊന്നും എന്താ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളിവിടെ എത്തിയതിന് ശേഷമാണ് പറഞ്ഞത് ബർത്ത്ഡേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വലിയവരൊന്നും ഇപ്പോൾ ഓർത്തിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളവിടെ ലഡ്ഡുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് കൊണ്ടുവന്നിരുന്നു. കാണാതെ ഞാനവിടെ വെച്ചിരുന്നു. എടുത്ത് കൊടുക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നു. അപ്പം അത് പിന്നെ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനി വീട്ടിലേക്ക് എത്തുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ വഴിയിൽ നിന്ന് ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടതിന്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ. 11-12 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അപ്പുറത്തെ കടകളൊക്കെ അടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലേക്ക് കുറച്ച് സാധനം കൂടി വേണ്ടത്. അപ്പോൾ അതൊരാൾ ഇവിടെ കടയൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളവിടെ ഫ്രൂട്ട്സും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഏതായാലും 12 ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ നേരത്തെ കൊണ്ടു ചെയ്യുന്ന ലഡു ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചാലും പോരാ, ഇതെല്ലാവരും കഴിക്കാനുണ്ട്. ആകെ പൊടിച്ച് വലിച്ച് വാരിയിട്ടതൊക്കെ പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കിടക്കണ്ടേ. അപ്പോൾ അതിന് 1 മണിയോ 1:30 ആയിട്ടുണ്ട് കേട്ടോ. സാധാരണത്തെ സമയം കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മളെ ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.